ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഥാവ് വായിച്ചതായ വേദഭാഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സകല വ്യക്തികളോടും ഇടപെടുവാൻ അങ്ങ് ശക്തനായ ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവെ, ഈ പകൽക്കാലം ആ സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കർത്താവെ അവിടുന്ന് കൃപയാൽ വഴിയൊരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശേഷമുള്ള സമയത്ത് കർത്താവിന്റെ കരം പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ട് നന്ദി പറയുന്ന യേശുവിൻ തന്നെയുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേട്ടത്. സങ്കീർത്തനം 75-ാം അധ്യായം പഠിക്കുമ്പോൾ ആസേഫിന്റെ ഒരു സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ആസേഫ് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നാം വായിച്ച് കേട്ടത്. ഹല്ലേലൂയ. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു വ്യക്തി മാത്രമല്ല സ്തോത്രം ചെയ്യുന്നത്, ഞങ്ങൾ എല്ലാവരും നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് ഹല്ലേലൂയ ആസേഫ് പറയാൻ കഴിഞ്ഞു. ആസേഫിന് പറയാൻ കഴിഞ്ഞു, ഹല്ലേലൂയ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ ഞങ്ങൾ നിനക്ക് സ്തുതി പറയുന്നു, ഞങ്ങൾ നിനക്ക് ആരാധന നൽകുന്നു, ഞങ്ങൾ നിനക്ക് മഹത്വം കയറ്റുന്നു എന്ന് ആസേഫ് പറയുവാൻ ഇടയായി തീർന്നു. അവന്റെ ഹല്ലേലൂയ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ, അവന്റെ മാഹുര്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ ആസേഫ് പറയുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ കർത്താവിന്റെ നാമം അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ സമയം ഏതെന്ന് അറിയത്തില്ല, സന്ദർഭം ഏതെന്ന് അറിയത്തില്ല, രാത്രിയാണോ പകലാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ അത് നിശ്ചയമില്ല. എന്നാൽ കർത്താവിന്റെ വരവ് അത് നിശ്ചയമായ കാര്യമാണ്. എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഉറങ്ങി കിടക്കുമ്പോഴായിരിക്കാം കർത്താവിന്റെ വരവ് വരുന്നത്, കർത്താവ് വരുവാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ യാത്രാമധ്യത്തിലായിരിക്കുമ്പോഴായിരിക്കും കർത്താവിന്റെ വരവ് വരുന്നത്. അപ്പോഴെങ്കിൽ വന്നാൽ ഞാൻ നീയും പറന്നു പോകണമെങ്കിൽ ദൈവ സ്നേഹത്തിലും ദൈവത്തിന്റെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ദൈവമായ ആഴമായ ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കർത്താവിനോടൊപ്പം പറന്ന് ചെല്ലുവാനിടയായി തീരും. അതുകൊണ്ടാണ് ആസേഫ് പറയുന്നത്, ഹല്ലേലൂയ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം ഹല്ലേലൂയ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ അടുത്തിരിക്കുന്നവർക്ക് അത് രുചിച്ചറിയുവാൻ കഴിയും, അകന്നിരിക്കുന്നവർക്ക് അത് രുചിച്ചറിയുവാൻ കഴിയത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അകന്നിരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. അടുത്തിരിക്കുന്നവർ യേശുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയും. അകന്നിരിക്കുന്നവർ, അകന്നു പോയവർക്ക് അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. യേശുവിന്റെ കൂടെ, യേശുവിന്റെ അടുക്കൽ ഒരു പടി കൂടി അടുക്കുവാൻ കഴിയുമ്പോൾ ഹല്ലേലൂയ ആ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ ആ മാധുര്യം തിരിച്ചറിയുവാൻ കഴിയുവാനിടയായി തീരും. ഹല്ലേലൂയ അതുകൊണ്ടാണ് ഹല്ലേലൂയ ആസേഫ് പറയുന്നത്, ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു എന്ന്. ഹല്ലേലൂയ അവൻ അതിശയവാനാണ്. ഹല്ലേലൂയ യാക്കോബ് പറയും, നിന്റെ പേരെന്തെന്ന് ചോദിച്ചു യാക്കോബ്. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, ഞാൻ അതിശയവനാണ്. ഹല്ലേലൂയ അവൻ അതിശയവനാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരൻ ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ ആ ദൈവത്തെ ആരാധിക്കാൻ ഒരു അവസരം എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ അതിശയ പ്രവർത്തികളെ വർണ്ണിച്ചാൽ നമ്മുടെ വാക്കുകൾ